ഇന്ന് നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അപ്പത്തിനോ എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി തേങ്ങയൊന്നും കൂട്ടാത്ത നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഏതിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റും. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനെന്താ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക. ഞാനിത് ഒരു 7 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാ എരിവുള്ള മുളകാണെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒരുപാട് എരിവുണ്ടാവില്ല, നല്ല കളറും കിട്ടും. മുളക് എന്നിട്ട് എണ്ണയിലിട്ടിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്ന് നല്ലൊരു ഫ്ലേവർ വരും മുളക് വെന്തതിൻ്റെ. അപ്പോൾ ആ സമയത്ത് നമ്മളിത് മുളക് കോരിയെടുക്കുക, കരിഞ്ഞ് പോകരുത്. അതിന് ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, കരിയരുത്. നമ്മൾ എടുക്കുന്ന ഒരു സാധനം കരിയരുത്. കരിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളിയാണ്. ഒരു ചെറുതാണെങ്കിൽ ഒരു 5-6 ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ പച്ചമണം മാറിയ സമയത്ത് ഞാനിതിലേക്ക് ചെറിയൊരു തുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. മുളക് ചമ്മന്തി അല്ലേ, അപ്പോൾ അതിൽ ഗ്യാസ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു തുണ്ട് കായമാണ്. അത് 2-3 ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കായത്തിൻ്റെ പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഇടണ്ട കേട്ടോ. എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയില്ല, കായമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണയിലിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അതെല്ലാം നന്നായി വറുത്ത് അതിൻ്റെ ഒരു മൂത്ത മണം വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി ആകുമ്പോൾ ഒരു മധുരം ഉണ്ടാവും, ചെറിയ ഉള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് കളർ മാറി വരും കേട്ടോ. ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ പഴുത്ത തക്കാളി തന്നെ എടുക്കുക, പുളിയുള്ള തക്കാളി എടുക്കരുത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി പുളി ഉണ്ടാവുകയുള്ളൂ, അത്ര വല്ലാത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ തക്കാളി ഇട്ടിട്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തക്കാളി ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ച മുളകും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നു പോയത്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഞാനിതിലേക്ക് തേങ്ങ ഒന്നും കൂട്ടണില്ല കേട്ടോ. തക്കാളി വേകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി കുറച്ച് നേരം ആകുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുക കേട്ടോ, ഹൈ ഫ്ലെയിമിലിടരുത്. അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഉള്ളിയും നമ്മളിട്ട എല്ലാം അതും നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിട്ട ഉഴുന്ന് കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല, ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഒന്നും കരിയരുത്. കരിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ചമ്മന്തിൻ്റെ ടേസ്റ്റേ വ്യത്യാസമായി പോകും. അപ്പോൾ അതെല്ലാം അതും നന്നായി വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് ചൂടാറട്ടെ കേട്ടോ. ഞാൻ അതിലേക്ക് 2 ഇല്ലി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മല്ലിയില കൂടി പോകരുത്. നന്നായി ചൂടാറിയതിന് ശേഷം ഇത് കൂടുതലുള്ള കാരണം കൊണ്ട് ഞാൻ വലിയ മിക്സിൻ്റെ ജാർ തന്നെ എടുത്തിരിക്കുന്നത്. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അരയണില്ല തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം പോലെയല്ല ഞാൻ അരച്ചെടുക്കുന്നത്, കുറച്ച് കട്ടിയിലാണ് കേട്ടോ. പിന്നെ നിങ്ങൾ അരക്കുന്ന സമയത്ത് നോക്കുക, അതിലേക്ക് ഉപ്പ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഞാനിട്ട ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാനിടുന്നത് കല്ലുപ്പാണ് ഇട്ടിരുന്നത്. ഇതപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഇഡ്ഡലിൻ്റെ കൂടെ ആയാലും ദോശൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കോമ്പിനേഷനാണ്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വറവ് ഇടുന്നുണ്ട്. വറവിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് തമ്പനയിൽ എടുക്കുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല വലം പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്.
നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ഇടുമ്പോഴാണ് ഇനി ഇതൊരാൾക്ക് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെ കൊണ്ടും അസ്സലാമു അലൈക്കും ബായ്. കാണുമ്പോൾ തന്നെ അറിയില്ലേ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ഒന്നും വേണ്ട നമുക്ക് ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ അന്നത്തെ. പിന്നെ ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ അച്ചാറിൻ്റെ റെസിപ്പി ആയാലും മീൻകറി, ബിരിയാണി, പലതരം ബിരിയാണികൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ പല സൈസിലുള്ള മീൻ കറികളിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അച്ചാറും അതെ 2-3 സൈസുള്ള അച്ചാറും ഞാൻ ഇട്ടിട്ടുണ്ട്. അത്ര നേരം വീഡിയോ കണ്ട എല്ലാവരെ കൊണ്ടും ഓക്കെ, താങ്ക് യു, ബായ്.